ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഇത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ട് ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വീട്ടിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ്. ആ കപ്പിന് ആദ്യം നമുക്ക് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പും കൂടി ചേർക്കാം. അങ്ങനെ മൊത്തത്തിൽ 1.25 കപ്പ് മൈദയാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ ഈ കേക്കിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരാനും പിന്നെ ഈ മൈദയിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാനും വേണ്ടിയിട്ട് ഇതൊരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 പ്രാവശ്യം ഈ മൈദയുടെ മിക്സ് നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല, ഇതുപോലൊരു പാത്രത്തിലാണ്. അപ്പോൾ ഈ പാത്രം ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ അടി കട്ടിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് കേക്ക് ടിനെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ സ്റ്റാൻഡിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ തട്ടൊക്കെ ഉണ്ടാവുമല്ലോ, തട്ടുണ്ടെങ്കിൽ തട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയൊരു പ്ലേറ്റ് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി ഈ പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ബീറ്ററൊന്നും യൂസ് ചെയ്യണില്ല, മിക്സിയുടെ ജാറിലാണ് എല്ലാം ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട എന്ന് പറയുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറും റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കേക്കിനായിട്ട് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് ബട്ടറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബട്ടറാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ബട്ടർ എടുക്കാം. അല്ല, ഇനിയിപ്പോൾ ഓയിലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഓയിൽ എടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കേക്കിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മധുരത്തിൻ്റെ അളവ് നമ്മുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിതിൽ ചേർക്കുന്ന മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് കുറയാനും അതുപോലെ കേക്കിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നല്ലൊരു ടെക്സ്ചർ ആകുന്ന വരെ നമ്മളിത് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് നേരമൊക്കെ നമ്മളിത് അടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സ് ഈ മുട്ടയും പഞ്ചസാരയൊക്കെ കൂടിയിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്പാറ്റിലോ അല്ലെങ്കിൽ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യാനും പാടില്ല. ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കേക്ക് അധികം പൊന്തി വരില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള മൈദയുടെ മിക്സ് ഏകദേശം ഒന്ന് മിക്സായി വന്നാൽ നമുക്ക് ബാക്കിയുള്ളതും കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാലാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇതുപോലുള്ള ഒരു ലോഫ് പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെടുത്താലും മതി. ഈ പാത്രത്തിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം എണ്ണ തേച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പാത്രത്തിൽ ആദ്യം കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി.
ഇനിയിപ്പോൾ അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പർ ഈ സൈസിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നേരത്തെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 40 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാത്രത്തിൻ്റെ അടപ്പിൻ്റെ മേലെ ഇതുപോലെ എന്തെങ്കിലും ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പേപ്പറോ എന്തെങ്കിലും ഒന്ന് ചുരുട്ടിയിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ ബേക്കിംഗ് ടൈമിന് നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിമിനനുസരിച്ചും അതുപോലെ നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചൊക്കെ ചെറിയ ഡിഫറൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ വെച്ചിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ബേക്കായോ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു 40 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കത് ബേക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ എന്തെങ്കിലും ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി നിർത്താം. ഇനി നമുക്കത് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ടിന്നിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ സൈഡിലൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും. എന്നിട്ട് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. കേക്കിൻ്റെ അടിഭാഗം അത് കരിഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ടീ കേക്കിൻ്റെ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്